ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സായ നാസിയയുടെയും ശങ്കറിൻ്റെയും വീട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ ഓൾറെഡി ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അവർ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ട്രീ ഓൾറെഡി അവർ എടുത്ത് മാറ്റി വെച്ചിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച്. ഇഷു ബേബിക്ക് ഗിറ്റാറുണ്ട്, അപ്പോൾ അവൾ അതിലിപ്പോൾ ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന അപ്പ ആ സോങ് ഞങ്ങൾക്ക് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഷു ബേബിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈക്കൂസും. പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഞങ്ങളുടെ ഒപ്പം വേറൊരു ഫ്രണ്ട്സും കൂടി ഉണ്ട്, പൂജയും ഇതിനും അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ന്യൂ ഇയർ ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂജയുടെ വകയായിരുന്നു കട്ട്ലേറ്റ്. അവൾ വീട്ടിൽ വെച്ച് ഫ്രോസൺ ആക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ നാസിയുടെ അവിടെ കൊണ്ടുവന്ന് പൊരിച്ച് കട്ട്ലേറ്റാക്കി. പൂജ കട്ട്ലേറ്റും ചിക്കൻ കറിയും പിന്നെന്താ നാസിയുടെ വക ഫ്രൈഡ് റൈസ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് പപ്സും പനീർ കറിയാണ് ഉണ്ടാക്കി കൊണ്ടുപോയത്. ഞങ്ങൾ അവിടെ ചെന്ന് കുറേ നേരം സംസാരിച്ച് പിന്നെ ഞങ്ങൾ ബിങ്കോ എന്ന് പറഞ്ഞ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനാണ് അതിൽ വിൻ ചെയ്തത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സീ ഫ്രണ്ടിലോട്ട് നടന്നു. സീ ഫ്രണ്ടിൽ ന്യൂ ഇയറിൻ്റെ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് സീ ഫ്രണ്ടിലോട്ട് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ സീ ഫ്രണ്ടിലോട്ട് നടന്നു പോയി അവിടുത്തെ ഫയർ വർക്ക്സ് ഒക്കെ കണ്ടു. നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മളോട് ഓരോരുത്തരും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളും തിരിച്ച് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്തു എല്ലാവർക്കും. നടക്കുന്ന സമയത്ത് തന്നെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട് സീ ഫ്രണ്ടിൽ എത്തിയപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഫയർ വർക്ക്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന. ഫയർ വർക്ക്സ് അടിപൊളിയായിരുന്നു. ഒരു 10-15 മിനിറ്റോളം ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഡിന്നർ കഴിച്ച് പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞത്. സോ ഇറ്റ് വാസ് എ മെമ്മറബിൾ ന്യൂ ഇയർ ഡേ.